ഏക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കണം. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ സഭ 2000 വർഷം പിന്നിടുകയാണ്. യേശുക്രിസ്തു മനുഷ്യനായി വചനം മാംസമായി ഈ ഭൂമിയിൽ അവതരിച്ച് കഴിഞ്ഞിട്ട് 2000 വർഷം കടന്നുപോവുക. വിശുദ്ധ കുർബാന സ്ഥാപിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ ദൈവജനത്തിന് അനുഭവവേദ്യമാക്കി നൽകിയിട്ട് 2000 വർഷം പിന്നിടുകയാണ്. അതുപോലെ യേശുക്രിസ്തുവിന്റെ നാമം ദൈവം എന്ന കൺസെപ്റ്റ് ഈ ഭൂമിയിൽ അനേകർക്കുണ്ട്. യേശു എന്ന നാമത്തിലൂടെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ദൈവം അവസരമൊരുക്കിയിട്ട് 2000 വർഷം പിന്നിടുകയാണ്. അതുപോലെ കർത്താവ് മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് 2000 വർഷം, സ്വർഗാരോഹണം ചെയ്തിട്ട് 2000 വർഷം. ഇങ്ങനെ 2000 വർഷമായിട്ട് യേശുക്രിസ്തുവിലൂടെ ദൈവം മഹത്വം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വലിയ ജനതതി ഈ ലോകം മുഴുവനുണ്ട്. അവർക്ക് പറയുന്ന പേരാണ് ക്രൈസ്തവർ. ക്രൈസ്തവരെന്നാണ് അവരെ വിളിക്കുക. പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവന്റെ ദൈവിക ദർശനം അത് നമ്മൾ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള ക്രൈസ്തവ ദർശനവും ക്രൈസ്തവ ദർശനത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭിഷേകവും അത് ലഭിച്ചവനെ നോക്കിയാൽ ചുറ്റുപാടുകളിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കുവാനായിട്ട് അവന് സാധിക്കുമെന്നതാണ് ഒരു വാസ്തവം. ഗീവർഗി സഹദായുടെ ജീവിതമായാലും കുറിയാക്കോ സഹദായുടെ ജീവിതമായാലും ഇവരുടെയൊക്കെ കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്. ഏത് വ്യക്തിയുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തി ആ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്കും തലമുറകൾക്കും അനുഗ്രഹമായി മാറാറുണ്ട്. അങ്ങനെയാണ് 2000 വർഷമായിട്ട് ഈ സഭ നിലനിൽക്കാനിടയായി തീർന്നു. ഏതെങ്കിലും പ്രത്യേകമായ പ്രത്യയശാസ്ത്രമോ ദൈവശാസ്ത്രത്തിന്റെ സ്വാധീനങ്ങളോ അല്ല, മറിച്ച് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൽ ജീവിച്ച മനുഷ്യരുമാണ് കാലാകാലങ്ങൾ തലമുറകളിലേക്ക് സുവിശേഷത്തെയും അതുപോലെ ചൈതന്യത്തെയും വ്യാപിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ അഭിമാനിക്കാറുണ്ട്. സഭയുടെ വലിയൊരു സമ്പത്താണ് വിശുദ്ധന്മാർ. വിശുദ്ധന്മാരുടെ ജീവിതം എടുത്ത് പഠിപ്പിച്ചുകൊണ്ടാണ് ക്രൈസ്തവ ദൈവശാസ്ത്രങ്ങളെല്ലാം തന്നെ സഭ ഓരോ കാലഘട്ടങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത തലമുറയുടെ, നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ തലമുറയിലെ പിതാക്കന്മാരാണ് ഞങ്ങളുടെ അനുഗ്രഹം. അത് ചിലപ്പോൾ മാതാപിതാക്കന്മാരെ കുറിച്ച് തന്നെ മക്കൾ പറയാറുണ്ട്, എന്റെ അപ്പനാണ് എന്റെ അനുഗ്രഹം, എന്റെ മാതാപിതാക്കന്മാർക്ക് ലഭിച്ച ദൈവവിശ്വാസമാണ് എന്റെ എല്ലാ അനുഗ്രഹത്തിനും എന്റെ വിശ്വാസത്തിനും കാരണം. ചിലര് തിരിച്ചു പറയാറുണ്ട്, എന്റെ മാതാപിതാക്കന്മാർ ദൈവവിശ്വാസികൾ അല്ലാതെ പോയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നവരെയും കാണാൻ സാധിക്കും. എന്തായാലും കഴിഞ്ഞ തലമുറയിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ വചനത്തെയും സ്വീകരിച്ചവർ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത തലമുറയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ആരായിരിക്കണം? അടുത്ത തലമുറയുടെ അനുഗ്രഹം എന്ന് പറയുന്നതാണ് ഈ ഇരിക്കുന്നവർ. നിങ്ങൾ അടുത്ത തലമുറയുടെ അനുഗ്രഹമായി തീരാൻ വേണ്ടി ദൈവവിളി കിട്ടി വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു ക്രൈസ്തവ ദൈവിക ശക്തി അനുഭവം ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായതെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഒന്ന്, ക്രൈസ്തവമല്ലാത്ത മനോഭാവം സൂക്ഷിച്ചിരുന്ന അപ്പോസ്തലന്മാരും ജനവും അവർ ക്രൈസ്തവരായി തീർന്നത് എങ്ങനെയാണ്? ഒന്ന്, അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. ഇന്ന് മനുഷ്യനിറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് പലതിന്റെയും പിന്നാലെ. അവൻ ക്രിസ്തുവിന് വേണ്ടിയോ ക്രിസ്തുവിന്റെ ആത്മാവിന് വേണ്ടിയോ അവന്റെ വചനത്തിന് വേണ്ടിയോ കാത്തിരിക്കുന്നില്ല. മറിച്ച് പണത്തിന് വേണ്ടി കുറെ ആളുകൾ ഓടുന്നു, പ്രശസ്തിക്ക് വേണ്ടി കുറെ ആളുകൾ ഓടുന്നു, അധികാരത്തിന് വേണ്ടി ചില ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതിനും വേണ്ടി മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി അതുപോലെ കാത്തിരിക്കുന്നുണ്ട് പലതിനും വേണ്ടി. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവ്.
ക്രിസ്തുവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറവ്. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ കാത്തിരുന്നു. അനന്തരഫലം എന്തായിരുന്നു? പ്രിയമുള്ളവരെ, കാത്തിരുന്നതുകൊണ്ട് കാത്തിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ചെയ്തെന്താണ്? ആ സമൂഹം ചെയ്തെന്താണ്? കാത്തിരുന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അടുത്തതായിട്ട് അവർ ചെയ്തെന്താണ്? സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ പലതുമുണ്ട്, അതിനെയെല്ലാം അവർ അംഗീകരിച്ചു. ഇത് പരിശുദ്ധാത്മാവാണ്, ഇത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ഇത് മാജിക്കല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. അടുത്തതായിട്ട് അവർ ചെയ്തത്, അവർ അംഗീകരിക്കുക മാത്രമല്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെടുവാനായിട്ട് അവർ തയ്യാറായി. ഇതാണ് ആദിമ നൂറ്റാണ്ട് നടന്നത്. ഇതോടുകൂടി സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിയമുള്ളവരെ, അപ്പോസ്തലന്റെ പ്രസംഗം കേട്ട് 3000 പേർ പുതിയതായി സഭയിലേക്ക് വന്നു. ആദ്യം തന്നെ. അടുത്തതായിട്ട് സംഭവിച്ചെന്താണ്? ആ വന്നവരെല്ലാം ഒരു സമൂഹമായി, യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റ സമൂഹമായി അവർ, ഇതാ വിഭാഗീയതകളോ വിദ്വേഷമോ വെറുപ്പൊന്നുമില്ലാതെ ഒറ്റ സമൂഹമായി അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അടുത്തായിട്ട് സംഭവിച്ചെന്താണ്? പ്രിയമുള്ളവരെ, അവർ തങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവച്ചു. കണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി അവർ പങ്കുവച്ചു. ഇതാ അവർ സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമായി തീർന്നു. ഇത്രയുമാണ് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുക, പരിശുദ്ധാത്മാവിന് സഭയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. ഇതിലൂടെ സമൂഹത്തിൽ സംഭവിച്ചത്. എന്നാൽ പ്രിയമുള്ളവരെ, അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് സഭയെ ഈ കാലഘട്ടം വരെ നയിച്ചുകൊണ്ടിരുന്നത്. അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് സഭയിൽ അനേകം വിശുദ്ധന്മാരുടെ മേൽ, അനേകം മനുഷ്യരുടെ മേൽ ഇറങ്ങി അവരെ വിശുദ്ധ ചിന്തയുള്ളവരാക്കി, ജീവിതമുള്ളവരാക്കി മാറ്റിയത്. അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെയും ഈ കൂദാശകളെ ഇതാ നിലനിർത്തിയത്. അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തന്നെയാണ് ആരാധനകളുടെ ശക്തിയെ നിലനിർത്തിയത്. അതുകൊണ്ടാണ് 2000 വർഷം പിന്നിട്ടിട്ടും പ്രിയമുള്ളവരെ, കുറെ വാക്കുകളും അതുപോലെ കുറെ പ്രാർത്ഥനകളും നമ്മൾ കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിലും ഇതാ ജനം ഈ ബലിപീഠത്തിന് മുമ്പിൽ 1.5-2 മണിക്കൂർ നേരം എല്ലാ ദിവസവും ആവർത്തിച്ച് വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങളും ഒരേ പ്രാർത്ഥനയും കേൾക്കാൻ വേണ്ടി വരുന്നത് അതിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളതുകൊണ്ടാണ്. ജനം വീണ്ടും വീണ്ടും കൂദാശകൾ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കും എങ്ങനെങ്കിലും കൂദാശ സ്വീകരിച്ച് മരിക്കണം. ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവന്റെ അവബോധമാണ് ഇതെല്ലാം സ്വീകരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. 2000 വർഷമായി ഈ സഭയെ നിലനിർത്തിയത് പരിശുദ്ധാത്മാവാണ് പ്രിയമുള്ളവർ. അങ്ങനെയാണെങ്കിൽ ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോ ഉണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? ചിലർ പറയാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് ആദിമ നൂറ്റാണ്ടിലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്താണ് നീങ്ങിപ്പോയി. പരിശുദ്ധാത്മാവ് നീങ്ങിയിട്ടില്ല പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഇതാ സഭയിൽ ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്കാവശ്യം എന്താണ് പ്രിയമുള്ളവരെ? ഒന്ന്, ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഈ കാലഘട്ടത്തിലെ ജനം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. 3, ഈ കാലഘട്ടത്തിലെ ജനം പരിശുദ്ധാത്മാവിനെയും അവന്റെ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കണം. 4, പരിശുദ്ധാത്മാവിനെ അവന്റെ പ്രവർത്തനങ്ങൾക്കും വിധേയപ്പെടുവാനുള്ള മനസ്സ് ഒരു സഭാ സമൂഹമായി നാം സ്വീകരിച്ചേ മതിയാകും. ആദിമ നൂറ്റാണ്ടിൽ സ്വീകരിച്ചത് കാത്തിരിക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വിധേയപ്പെടുകയും ചെയ്തതിന്റെ ഫലം ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാതിരിക്കുക, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാതിരിക്കുക, അതിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാതിരിക്കുക, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതിരിക്കുക, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ മനസ്സില്ലായ്മ കാണിക്കുക. എന്താണ് അനന്തരഫലം? പ്രിയമുള്ളവരെ, ഒറ്റ ദിവസം കൊണ്ട് 3000-ലധികം പേർ
അപ്പോസ്തലന്റെ വചനം കേട്ട് യേശുവിലേക്ക് വന്നെങ്കിൽ ഇതാ തിരുവചനം അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ ഇതാ ക്രമേണ നിലയ്ക്കുന്നു. ജനം ക്രമേണ ദേവാലയങ്ങളും അതുപോലെ ദൈവിക സംവിധാനങ്ങളും വിട്ട് പടിയിറങ്ങിപ്പോകുന്നു. ഈ കാലഘട്ടത്തിലുണ്ടോ അങ്ങനെ? ഇല്ല. ഉണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ നമുക്ക് മനസ്സില്ല. ഇനി ജനം പടിയിറങ്ങിപ്പോകുന്നു എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, അന്നുണ്ടായിരുന്നവർ തങ്ങൾക്കുള്ളവ എന്ത് ചെയ്തു? പങ്കുവച്ചു. ഇന്നത്തെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അംഗീകരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു, വിധേയപ്പെടുന്നു എന്നതിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സോഴ്സ് ഉണ്ട്. പരിശുദ്ധാത്മാവ് ഏതൊക്കെ വിധത്തിലാണ് കടന്നു വന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 10:44 പത്രോസിന് പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തികളിലെ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. അപ്പൊ തിരുവചനങ്ങൾ കേട്ട് തിരുവചനത്തോട് ജീവിതം കൊണ്ട് പ്രതികരിക്കുന്ന മനുഷ്യന്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരും. അങ്ങനെയെങ്കിൽ തിരുവചനത്തിനെതിരായി ഒരു വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത് അവരിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോർന്നു പോകാനിടയായിത്തീരും. ഒരു കുടുംബം ദൈവത്തിന്റെ തിരുവചനത്തോട് മല്ലടിക്കാൻ തുടങ്ങുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പിന്തിരിഞ്ഞു പോകും. ഒരു ദേവാലയം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് തിരുവചനത്തോട് ഇതാ വിഘടിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ദേവാലയത്തിൽ നിന്ന് പടിയിറങ്ങും. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സഭകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പടിയിറങ്ങിപ്പോകാനിടയായി തീർന്നു. അങ്ങനെ പടിയിറങ്ങിപ്പോയതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ദേവാലയങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദേവാലയങ്ങൾ മദ്യഷാപ്പുകളായി മാറി. ദേവാലയങ്ങൾ മദ്യഷാപ്പുകളായി മാറി. പുരോഹിതന്മാർ മദ്യപാനത്തിനും മ്ലേച്ഛതയ്ക്കും അശുദ്ധഭാവങ്ങൾക്കും ശിശുപീഡനത്തിനുമൊക്കെ ഇരയായി തീർന്ന് സമൂഹത്തിൽ അധാർമിക സാക്ഷ്യം വഹിച്ചു. എന്തിനേറെ, ഇതാ പല കേസുകളും ഉയർന്ന് പല സ്ഥലങ്ങളിലും വലിയ ഭീമമായ തുകകൾ പണിഷ്മെന്റായിട്ട് കിട്ടി. ഇതാ ഭദ്രാസനങ്ങൾ പോലും അവസാനം ഇല്ലാതായിപ്പോയ സംഭവങ്ങൾ അമേരിക്കയിലുണ്ട്. പ്രിയമുള്ളവർ, വലിയ ഒരു തുക ശിക്ഷാവിധി ലഭിച്ചതുമൂലം ആ സ്ഥലത്തിന്റെ ആ അതിരൂപതയുടെ മുഴുവൻ സ്വത്തും വിറ്റിട്ട് ഇതാ വൈദികർ ചെയ്ത കുറ്റത്തിന് പണമടക്കേണ്ടി വന്നു. അങ്ങനെ ആസ്ഥാനം ഇല്ലാതായിപ്പോയ, അതിരൂപത ഇല്ലാതായിപ്പോയ സംഭവങ്ങൾ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം കാരണം എന്താണ്? ഒരു കാരണം മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനോട് മല്ലടിച്ച് പരിശുദ്ധാത്മാവിനെ വിട്ട് അംഗീകരിക്കാതെ, അതിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാതെ, ഇതാ വിധേയപ്പെടാതെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് വിട്ടയക്കുന്നു. ഇതിന്റെ ഫലമായി പ്രിയമുള്ളവരെ, ആംഗ്ലിക്കൻ ചർച്ചകളിൽ പലതും എന്തായി തീർന്നു? ഡിസോൾവ് ചെയ്യപ്പെട്ടു. അത് ഇല്ലാതായി പോകുവാനായിടത്തീർന്നു. ദേവാലയങ്ങൾ തകർന്ന് നാശോന്മുഖമായി തീർന്നു. പ്രിയമുള്ളവരെ, അടുത്ത തലമുറയുടെ അനുഗ്രഹമാണ് ഞാനും നിങ്ങളും. അടുത്ത തലമുറയിലെ ദൈവജനത്തിന് വേണ്ടി ഇതാ ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹമാണ് ഞാനും നിങ്ങളും. ഇതാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നൽകുന്ന തിരുവചനങ്ങളോട് സമ്പൂർണമായി വിശ്വസ്ത പുലർത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇതാ പ്രിയമുള്ളവര്, പരിശുദ്ധാത്മാവിന് നമ്മളിൽ നിറയാനും നമ്മളിലൂടെ പ്രവർത്തിക്കാനും സാധിക്കും. ഇനി പരിശുദ്ധാത്മാവ് കടന്നുവരുന്ന മറ്റൊരു മേഖലയാണ് പ്രിയമുള്ളവരെ, കൂദാശകൾ. ആദിമ നൂറ്റാണ്ടിലെ ദൈവജനം എന്താ ചെയ്തത്? ഇതാ അവർ ദേവാലയത്തിൽ താൽപര്യത്തോടെ പങ്കെടുത്തു. ദേവാലയത്തിൽ അവർ താൽപര്യത്തോടെ കൂദാശകളിൽ പങ്കെടുത്തു. ഇന്ന് ആളുകൾ പോകുന്ന എങ്ങനെയാ? താൽപര്യത്തോടെ പങ്കെടുക്കുകയാണ്. ഇതാ രജിസ്റ്റർ ചെയ്യുന്ന പേര് വെട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതാ കുർബാന പകുതിയാകുമ്പോൾ നമ്മൾ കൃത്യമായി എത്തുന്നു. താൽപര്യമില്ല എന്ന് മാത്രമല്ല, ഇതാ നമ്മളിങ്ങനെ ചോദിക്കും, നേരെ അച്ഛനാണ്, അനൗൺസ്മെന്റ് കൂടുതലുള്ള അച്ഛനാണോ, പ്രസംഗം കൂടുതലുള്ള അച്ഛനാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പള്ളിയിലേക്ക് പോകും. നമുക്ക് താൽപര്യം കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മൾ നോമ്പെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന മറ്റൊരു വഴിയാണ്. ഉപവാസവും നോമ്പും പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന മറ്റൊരു വഴിയാണ്.
ഇതാ നോമ്പും ഉപവാസത്തോട് നമ്മളെടുക്കുന്ന നിലപാടെന്ത്? അതുപോലെ കൂദാശകളോട് ഓരോന്നിനോടും നമ്മളെടുക്കുന്ന നിലപാടെന്ത്? ഇതെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന വഴികളാണ്. എല്ലാ കൂദാശകളും, വിവാഹമടക്കമുള്ള എല്ലാ കൂദാശകളും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന വഴിയാണ്. ഇന്ന് കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ ഇതാ മാല പൊട്ടിച്ചെറിയും. എന്നിട്ട് അതിന്റെ വേദനയിൽ നടക്കുകയാണ് പോലെ. ഇവിടെ ധ്യാനത്തിന് പല ആളുകളും വന്നു കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ സന്ദേശങ്ങൾ ഇവിടെ കിട്ടാറുണ്ട്. അവർ പ്രാർത്ഥിച്ചിട്ട് പറയും, ഇതാ മാല വലിച്ചെറിയുന്നത് പോലെ കാണും. എന്നതാണെന്ന് ആർക്കും മനസ്സിലായില്ല. ഇതിനെന്താ എത്ര പ്രാധാന്യം? മാല വലിച്ച് പറിച്ച് എറിയുന്നതായിട്ട് കാണും. അപ്പൊ ഞാൻ കർത്താവോട് ചോദിച്ചു, എന്റെ കർത്താവ് മാല പറിച്ചെറിഞ്ഞാൽ വേറൊരു മാല ഇട്ടാ പോരെ? അപ്പോ പരിശുദ്ധാത്മാവ് എനിക്ക് പഠിപ്പിച്ചു തന്നു, ഈ മാല ആരിട്ടതാണ്? പ്രിയമുള്ളവരെ, ദൈവം ഇട്ടതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് കല്യാണത്തിന് മാലയിട്ട് തരുന്നത് ചെറുക്കനാണോ അച്ഛനാണോ? അച്ഛനായിട്ട് തരുന്നത്. പെണ്ണിന് മാലയിട്ട് കൊടുക്കുന്നത് അച്ഛനാണോ ചെറുക്കനായിട്ടോ? അല്ല, ചെറുക്കന് മാലയിടുന്നത് പെണ്ണാണോ അച്ഛനാണോ? അച്ഛനായിടുന്നത്. എന്ന് പറഞ്ഞാൽ സഭയാണ് ഈ മാലയിടുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവാണ് ഈ മാല അങ്ങോട്ടിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇട്ട മാല വലിച്ചു പറിച്ചെറിഞ്ഞാൽ ആരെ പറിച്ചെറിയുന്നതിന് തുല്യോ? പരിശുദ്ധാത്മാവ്. നിങ്ങളെ ഒരു ദേവാലയത്തിൽ ഒന്നിപ്പിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ പള്ളി പറയാതെ എല്ലാം ബാഗും പൊതിഞ്ഞു കെട്ടി ഇത് അടുത്ത ബസ്സിൽ ടാക്സിയും പിടിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയാൽ ആരെ ഉപേക്ഷിക്കുന്നതിന് തുല്യം? പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യം. ഭർത്താവ് അറിയാതെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഭർത്താവിനെ ദൈവം ഏൽപ്പിച്ചു തന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് അറിയാത്ത വ്യാപാരങ്ങളുള്ള സ്ത്രീ ആരെ ഉപേക്ഷിക്കുന്നു? പരിശുദ്ധാത്മാവ്. അതുപോലെ ഭാര്യ അറിയാത്ത വ്യാപാരങ്ങൾക്ക് പോകുന്ന പുരുഷൻ ആരെ ഉപേക്ഷിക്കുന്നു? പരിശുദ്ധാത്മാവിനെ ഉപേക്ഷിക്കും. ഓർക്കുക, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പടിയിറങ്ങി പോകാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കാരണം കൂദാശകളോട് വിശ്വസ്തയില്ലാത്തതുകൊണ്ടാണ് ദൈവാത്മാവ് ഇറങ്ങിപ്പോകുന്ന. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് പടിയിറങ്ങുന്നത്. അതുപോലെ ഓരോ കൂദാശയും പൗരോഹിത്യമായിക്കൊള്ളട്ടെ. ഇതാ പൗരോഹിത്യം ദൈവം നൽകിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ചൈതന്യം. പ്രിയമുള്ളവര്, ക്രിസ്തുവിന്റെ തിരുവചനത്തോട് വിശ്വസ്ത പുലർത്താതെ പൗരോഹിത്യ കൂദാശ നിർവഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പടിയിറങ്ങിപ്പോകും. അതോടുകൂടി ഈ വ്യാപാരങ്ങൾ എന്ത് നടക്കുകയില്ല? ദൈവത്തിന്റെ അഭിഷേകം ഇല്ലാതെ വരുമ്പോൾ ജനത്തിന് ആരാധനകൾ അരോചകമായി അനുഭവപ്പെടുന്നു. പല ദേവാലയങ്ങളുടെ അവസ്ഥയാണ്. ഇതൊക്കെ ആരുടെയും കുറ്റമല്ല, ദൈവാത്മാവിനെ പിണക്കി വിട്ടതുകൊണ്ടാണ്, തമ്പുരാന്റെ ആത്മാവിനെ പിണക്കി വിട്ടതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയണം എന്താണ്? ഇതാ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരികെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടെ വിളിച്ചടിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനാണ് നമ്മൾ ഒന്നിച്ചുകൂടിയിരുന്ന് നിരന്തരമായ പ്രാർത്ഥന നടത്തുന്നത്. അതുകൊണ്ട് എന്റെ മനസ്സിൽ അടുത്ത കാലത്ത് പ്രാർത്ഥിച്ചപ്പോൾ തോന്നിയ ഒരാശയമാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, നമ്മുടെ സഭാജീവിതം പരിശോധിച്ചു നോക്കിയാൽ, ഒരു നൂറ്റാണ്ട് മുഴുവൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ കാണുന്നൊരു കാഴ്ചയുണ്ട്. എന്താണ് ആ കാഴ്ച? പ്രിയമുള്ളവരെ, ദേവാലയങ്ങളും ദൈവിക സംവിധാനങ്ങളും ഇതാ പലപ്പോഴും കലഹങ്ങളുടെയും അതുപോലെ അടിപിടിയുടെയും ആക്രമണത്തിന്റെയും ക്രൈസ്തവ സാക്ഷ്യം ഏതെല്ലാം രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുത്താമോ ആ രീതിയിലുള്ള ഒക്കെ വ്യാപാരങ്ങളുടെയും അവസ്ഥയായി മാറി. എന്നാൽ ഈ നൂറ്റാണ്ട് ദൈവം നമുക്ക് നൽകി, നമ്മുടെ നൂറ്റാണ്ടാണ് പ്രിയമുള്ളവരെ. ഇത് നമ്മൾ ഓർക്കണം. എന്തായാലും 100% ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ നൂറ്റാണ്ടിൽ നമ്മൾ ജനിച്ചെങ്കിൽ ഈ നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് മരിക്കും. ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണം എന്ത് ചെയ്യല, അടുത്ത നൂറ്റാണ്ട് കാണുകയില്ല. ഇപ്പൊ നമ്മള് 2116 ഇവിടെ ഇരിക്കുന്ന ഒരാളും കാണാൻ യാതൊരു സാധ്യതയില്ല. ഞാനും ഉണ്ടാകുകയില്ല, നിങ്ങളും ഉണ്ടാകുകയില്ല. കാരണം എന്താണ്? 100 വയസ്സ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യല, 85 വയസ്സ് പോലും നമ്മളാരും പിന്നീട് 85 കഴിഞ്ഞ അമ്മച്ചിമാർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ ഭാഗ്യം ഇത് കാണുന്നത്. നിങ്ങൾ കാണുന്ന കണ്ണ് കണ്ടത് ഭാഗ്യം. ഇതാ ഇവിടെ ഇരിക്കുന്ന ബാക്കി ആരും 85 ഒന്നും കാണുകയില്ല. അതിനു മുമ്പ് നിങ്ങളിൽ പലരും എന്ത് ചെയ്യും? ഒന്നുകിൽ ക്യാൻസർ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അതല്ലെങ്കിൽ വേറെ കിഡ്നി തട്ടിപ്പോവും, ഇല്ലെങ്കിൽ ലിവർ പോവും. എന്തെങ്കിലും സാധനം തട്ടി ഞാനും നിങ്ങളും തട്ടിപ്പോകും. പറയുമ്പോൾ അപ്പൊ നമുക്ക് ദൈവം ആയുസ് നൽകിയിരിക്കുന്ന പ്രത്യേക സമയമാണിത്. ഈ പ്രത്യേക സമയത്ത് പ്രിയമുള്ളവരെ, നാം ഒരു തീരുമാനമെടുക്കണം, ഒരു നിലപാടെടുക്കണം. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വളരെ ചുരുക്കം ആയുസ്,
ഈ ആയുസിന്റെ നാളുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 100,000 നന്മ ദൈവം നമുക്ക് വേണ്ടി ദൈവജനത്തിലൂടെ കരുതി വെച്ചിരിക്കുക. 100 നന്മകളുണ്ട് പ്രിയമോ, 100 നന്മകൾ. അതില് എത്രയോ വലിയ നന്മകൾ കുടുംബമായി ജീവിക്കുന്നവർ ചെയ്യാൻ പറ്റും. ഇതാ ഒരപ്പനും അമ്മയും കൂദാശകൾ വഴി ഒന്നിച്ചതാണെങ്കിൽ തങ്ങളുടെ മക്കളെ വിശുദ്ധമായി വളർത്തി അടുത്ത തലമുറയ്ക്ക് സമ്മാനിക്കാനാവും. വിശുദ്ധമായി വളർത്തി തലമുറയ്ക്ക് സമ്മാനിക്കാനാവും. ഒരുപക്ഷെ അങ്ങനെ വളർത്തുന്ന കുഞ്ഞുങ്ങളിൽ ഇതാ വിശുദ്ധമായ ചിന്താഗതിയും എത്തിക്സുമുള്ളവനാണെങ്കിൽ ഇതാ നാളെ അവനൊരു പുരോഹിതനായാൽ അവന്റെ ദേവാലയത്തിൽ ധാർമ്മികതയോടുകൂടി ഇതാ ദൈവജനത്തെ നയിക്കാൻ അവനെ കൊണ്ടാവും. ഇല്ലെങ്കിൽ ദേവാലയങ്ങൾ അഴിമതികളുടെ രംഗങ്ങളായിട്ട് മാറും. പ്രിയമുള്ളവരെ, അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതാ ദൈവവചനം സ്വീകരിച്ച വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു മകനാണെങ്കിൽ പ്രിയമുള്ള അവനിരിക്കുന്ന ഓഫീസിൽ നന്മ നടക്കും. അപ്പം എന്നേലും കാണിച്ചാൽ മതി, നമ്മളെന്ത് ചെയ്യും? കാണിക്കണ്ട, അതിനു മുമ്പേ ചാടി വീഴുക. കാണിക്കേണ്ടതിന് മുമ്പേ ചാടി വീഴുക. കാരണം എന്താണ് പ്രിയമുള്ളവരെ? ഉള്ളിൽ ദൈവത്തിന്റെ തിരുവചനങ്ങൾ നമ്മുടെ ഉള്ളിലില്ലാതെ പോകുന്നതുകൊണ്ടാണ്. തിരുവചനങ്ങൾ നമ്മുടെ ഉള്ളില്ലാതെ പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് പ്രിയമുള്ളവരെ, അപ്പൊ എന്റെ മനസ്സിൽ ഒരാശയം വന്നതാണ്, 2015 മുതൽ നമ്മൾ 2115 വരെയുള്ള ഒരു നൂറ്റാണ്ട് നമ്മൾ ഒരു മിഷൻ പ്രവർത്തനത്തിനായിട്ട് ഏറ്റെടുക്കും. ആ മിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ എന്താണ്? ഇതാ ഇപ്പോ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ അവര് ദൈവവചനം കേട്ട് ഒരു തീരുമാനമെടുക്കുക. ഞങ്ങൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ, ഉണ്ടാവണം നിർബന്ധമില്ല, ഒരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായി അത് സൂക്ഷിക്കും. ഇവിടെ ഇരിക്കുന്ന കൊച്ചുങ്ങൾ ഇങ്ങനെ പറയണം, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ, ഞങ്ങൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ വചനത്തിന് വിരുദ്ധമായ ഒരു ജീവിതമുണ്ടാവില്ല. ആ വിശ്വാസം ഞങ്ങൾ പുലർത്തും. ഞങ്ങൾക്കൊരു കൊച്ചുണ്ടാകുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ടാകുകയാണെങ്കിൽ ഇതാ ആ കുഞ്ഞിനെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. നമ്മൾ തീരുമാനമെടുക്കണം പ്രിയമുള്ളവരെ. അതുപോലെ ഇപ്പോൾ നല്ല കുടുംബജീവിതം നയിച്ച് മക്കളെ വളർത്തിയവർ ഇത് ആ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ ബലികളർപ്പിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയും അതുപോലെ പ്രാർത്ഥനകളും ഉയർത്തിക്കൊണ്ട് അവരുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളുടെ സഭാജീവിതത്തിൽ ഉയർന്നു വരുന്ന ഇതാ വൈദികർ, വിശുദ്ധരായ വൈദികരായി അടുത്ത തലമുറയിൽ ജന്മമെടുക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ട വിത്ത് നാം വിതയ്ക്കണം. അതുകൊണ്ട് ഓരോ വ്യക്തിയും തിരുവചനത്തിന്റെ വിത്ത് സ്വന്തം ഹൃദയത്തിലും അതുപോലെ അവിടുന്ന് കൊയ്തെടുക്കുന്നത് ലോകത്തിനും വിതയ്ക്കാൻ കഴിയണം. എവിടുന്നെങ്കിലും വിത്ത് വിതച്ചിട്ട് കാര്യമില്ല, കൊയ്യാൻ കഴിയണം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു അനുഗ്രഹമായിരിക്കണം, ലോകത്തിന്റെ അനുഗ്രഹമായിരിക്കണം നമ്മൾ. ഈ അടുത്ത കാലത്ത് ഞാനൊരു കഥ കേട്ടത് നിങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഈ അടുത്ത കാലത്ത് ഒരു അച്ചായൻ മരിച്ചുപോയി. കഥയാ കേട്ടു. അച്ചായൻ മരിച്ചുപോയി. ഈ അച്ചായൻ എന്ന് പറയുന്നത് കുടുംബത്തിലെ ഏറ്റവും വലിയ ശല്യക്കാരനാണ്. കുടുംബത്തിൽ ഈ മനുഷ്യനെ കൊണ്ട് ആളുകൾ വിഷമിക്കുകയാണ്. ഒരു തരത്തിൽ ഇങ്ങനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ മക്കള് കൈകാലിട്ടടിക്കുന്ന സമയത്താണ് അച്ചായൻ രാവിലെ എഴുന്നേറ്റപ്പം മരിച്ചു. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി, അമ്മയ്ക്കും സന്തോഷമായി. എന്നാലും ഈ പുള്ളി തീർന്നു കിട്ടിയല്ലോ. അങ്ങനെ അദ്ദേഹത്തിനെ സാധാരണയായിട്ട് നടത്തുന്ന ചവാടൊക്കെ പോലെ തന്നെ നല്ല പെട്ടിക്കകത്ത് കയറ്റി ഉടുപ്പൊക്കെ ഇടിയിച്ച് പിന്നെ കുരിശൊക്കെ കൈ കൊടുത്ത് പിന്നെ കാശുള്ളവരായിരുന്നുകൊണ്ട് വെട്ടുതൊപ്പി, പ്രത്യേകമായിട്ട് വെട്ടുതൊപ്പിയും വെച്ചു, കാലിലെ ചെരുപ്പൊക്കെ ഇടിയിച്ച് ആഘോഷമായിട്ട് ചവാടക്കിന് കൊണ്ടുപോയി. അങ്ങനെ വിലാപയാത്ര പോകുന്ന സമയത്ത് മക്കളോർത്ത് എന്തായാലും അവസാനത്തെ എടുപ്പല്ലേ, പല കുഴിയിൽ നിന്നും പുള്ളി എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്, പല ഓടയ്ക്കകത്തുനിന്നും പുള്ളിയെ മക്കൾ എടുത്തുകൊണ്ട് വന്നാണ് ഈ ശവം കൊണ്ടുവരുന്നത് പോലെ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ ശവപ്പെട്ടി സന്തോഷത്തോടെ ഇതാ എന്നാലും കരയാതിരിക്കാൻ പറ്റുകയല്ലോ, അതുകൊണ്ട് പുറമേ കരഞ്ഞ് അകത്ത് സന്തോഷിച്ച്. നമ്മുടെ പല ശവാടക്കും അങ്ങനെയാണ്. അപ്പോ അങ്ങനെ സന്തോഷത്തോടെ അവർ കൊണ്ടുപോകുന്ന സമയത്താണ് പ്രിയമുള്ളവര് ഇത് നടന്നാ പോകുന്നത്. പണ്ടത്തെ യാത്രയാണ്, വിലാപയാത്ര പണ്ട് കൊണ്ടുപോകുന്നത്. നടന്നു പോകുന്ന സമയത്താണ് ഇതാ മകനൊന്ന് ചെരിഞ്ഞതാണ്. അവിടെ വഴിയിൽ നിന്ന് പ്ലാവിനിട്ട് ഇതിന്റെ ശവപ്പെട്ടി ഒന്ന് തട്ടി. ശവപ്പെട്ടിയുടെ വായ്ക്ക് വശം പ്ലാവിനിട്ടൊന്ന് തട്ടി. ഇതാ പ്ലാവിനിട്ട് തട്ടുകയും ഈ അകത്ത് കിടന്നിരുന്ന അച്ചായൻ ശവപ്പെട്ടിക്കകത്ത് പുതുക്കെ എഴുന്നേറ്റ് വന്നു. പുള്ളി എഴുന്നേറ്റ് വന്ന് മക്കളോട് ജന്നാണ് എവിടെ കൊണ്ടുപോകാൻ എന്നു ചോദിച്ചു. ഉടനെ പ്രിയമുള്ളവര് മക്കൾ പറഞ്ഞു, അച്ചായൻ മരിച്ചെന്നോർത്ത് ഞങ്ങൾ കൊണ്ടുപോവാണ് ശവാടക്കന്. അങ്ങനെ പറഞ്ഞു, ആ പണി മനസ്സിലിരിക്കട്ടോ, നിനക്കൊക്കെ വേണ്ടി മക്കളിലപ്പം ചൊല്ലിയിട്ടല്ലാതെ ഞാൻ പോകുകയെന്ന് പറഞ്ഞു ചാടി ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. പ്രിയമുള്ളവരെ, 6 മാസം കഴിഞ്ഞപ്പോൾ അച്ചായൻ പിന്നെയും മരിച്ചുപോയി. മക്കള് ഇതാ വീണ്ടും ശവപ്പെട്ടിക്കകത്തോട്ട് ഈ ശവമൊക്കെ എടുത്തു വെച്ച് ഇതാ
തുണിയൊക്കെ വിരിച്ച് നല്ലവണ്ണം റെഡിയാക്കി. ഒരു ശവപ്പെട്ടിട്ട് കാശ് പോയെന്നേ ഉള്ളൂ. എന്തായാലും സംഗതി റെഡിയാക്കി. അങ്ങനെ അച്ഛൻ വന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ശവമെടുക്കാൻ നേരത്ത് അമ്മ മക്കൾക്കൊരു ഉപദേശം കൊടുത്തു. മക്കളെ, ഈ സൂക്ഷിക്കണം കേട്ടോ, എങ്ങും പ്ലാവേ തട്ടാതെ സൂക്ഷിച്ചോണം, പ്ലാവേ തട്ടാതെ സൂക്ഷിച്ചോണം, ഇതങ്ങ് ചെല്ലണം. പ്രിയമുള്ളവരെ, ഓർത്തു, നമ്മളൊക്കെ ലോകത്തിന്റെ അനുഗ്രഹമായി മാറണം. അതുകൊണ്ട് മാതാപിതാക്കന്മാർ പ്രത്യേകം ഓർത്തോണം. മക്കൾ നാളെ ഇത് പറയാനായി പ്രാവേ തട്ടാതെ കൊണ്ടുപോകണം, നമ്മളെക്കുറിച്ച് പറയാനിടയായി തീരരുത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകവും അനുഗ്രഹവുമാണ് നമ്മൾ. ഇതിനപ്പുറത്ത് ക്രിസ്തുവിന് ഈ ലോകത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഇങ്ങോട്ട് തരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് ഇടുന്നുകൊണ്ട് പറയുക, എന്റെ സഹോദര, എനിക്കിനി തരാനൊന്നും ഇല്ല. എന്റെ ശരീരവും രക്തവും ഞാൻ നിങ്ങൾക്ക് നൽകി. എനിക്ക് ആകെപ്പാട് ഈ ഭൂമിയിൽ ഒറ്റ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. 33 വർഷം കൊണ്ട് എന്റെ ജീവിതം അവസാനിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്തു, പ്രാർത്ഥിക്കാൻ പറ്റുന്നത് മുഴുവൻ പ്രാർത്ഥിച്ചു, ജീവിക്കാൻ പറ്റുന്ന എല്ലാ നന്മകളും ചെയ്ത് ജീവിച്ചു. ഇതിനപ്പുറത്ത് എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാനില്ല. എന്തിനേറെ അവന്റെ ശരീരം ഭക്ഷണമായി നൽകി, അവന്റെ വചനം നമുക്ക് ആഹാരമായിട്ട് നമുക്ക് നൽകി, അവന്റെ ആത്മാവിനെ നമുക്ക് പങ്കുവച്ച് നൽകി. കർത്താവ് പറയണം, ഇനിയൊന്നും ചെയ്യാൻ എനിക്ക് ബാക്കിയില്ല. ഇനി ചെയ്യേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിലൂടെ നടക്കാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന അനേകം ഘടകങ്ങളുണ്ട്. അതെന്താണ്? പ്രിയമുള്ളവരെ, സത്യദൈവത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹം ഈ കാലഘട്ടത്തിൽ പണാസക്തിയാണ്. പണം എന്നുള്ള ചിന്താഗതി പ്രിയമുള്ളവരെ നമ്മുടെ ദൈവ ചൈതന്യത്തെ ഏറെ തടസ്സപ്പെടുത്തും. പണത്തിന് വേണ്ടിയാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്, പണം മാത്രം. അതിനുവേണ്ടി ഏത് തിന്മയും ചെയ്യാൻ ഇന്ന് മനുഷ്യന് മടിയില്ല. പ്രിയമുള്ളവർ, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഈ ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാശ് തീർന്നു പോകും. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പറയും, കർത്താവിന് വേണ്ടി പണിത ദേവാലയമാണ്, കാശൊട്ടില്ല താനും. അപ്പൊ ഇത് എവിടുന്നേലും കൊണ്ട് തരാൻ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നോ അവിടെയൊക്കെ എന്തുപോലെ തൊട്ടടുത്ത് 4-5 സ്റ്റേറ്റ് ബാങ്കുകളുണ്ട്. ഇതിനകത്തൊക്കെ നിറച്ച് പണം ഇരിക്കുകയാണ്. കർത്താവിന്റെ പണമായത്. എന്നാൽ പിന്നെ അതല്ല ഇങ്ങോട്ട് ഒഴുക്കാൻ മേലെന്ന് ഞാൻ ചോദിക്കുമ്പോൾ കർത്താവിനൊരു മറുപടിയില്ല. അന്നത്തെ അപ്പം മാത്രം. ഇന്ന് 10,000 രൂപ വേണമെങ്കിൽ 10,000 രൂപ കിട്ടും, നാളെ 5 ലക്ഷം രൂപ വേണേൽ 5 ലക്ഷം രൂപ കിട്ടും, പിറ്റേത് 2,000 രൂപ വേണേൽ 2,000 രൂപ കിട്ടും. ഇതിനപ്പുറത്തേക്കില്ല. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവിന്റെ വചനം ഇതാണ്, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. അതുകൊണ്ട് പ്രിയമുള്ളവര്, നിങ്ങൾക്ക് ഇന്നത്തേതിന് വേണ്ടുന്ന ആഹാരമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിൽ മനസ്സംതൃപ്തിപ്പെടണം എന്ന് വിചാരിച്ച് പണി ചെയ്യുകയില്ല. ചില ആളുകളുണ്ട്, ചില ആണുങ്ങൾ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ ജീവിക്കുന്നവരുണ്ട്. അവർ ഈ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഇത് വലിയ തലവേദനയായി മാറും. കാരണം എന്താ? തിരുമേനി പറഞ്ഞു, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി നോക്കിയാൽ മതി, നാളത്തെ കാര്യമൊന്നും ചെയ്യേണ്ട. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് പ്രിയമുള്ളവർ പണത്തിന് വേണ്ടിയല്ല. നമ്മൾ ജോലി ചെയ്യേണ്ടത്, ജോലി ചെയ്യുമ്പോൾ പണം കിട്ടും, ജീവിക്കാൻ അത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നതിനാണ് ദൈവനാമ മഹത്വത്തിനായിരിക്കണം. അതിന് ദൈവം നമുക്ക് പ്രതിഫലം നൽകും. അതുകൊണ്ട് സത്യസന്ധമായ ജീവിത മാർഗങ്ങൾ പിന്തുടരുവാനായിട്ട് നമുക്ക് കഴിയണം പ്രിയമുള്ളവർ. അതുകൊണ്ട് അടുത്ത നൂറ്റാണ്ട് നമുക്കൊക്കെ ചില ലക്ഷ്യം വേണം. വെറുതെ ഇങ്ങനെ വന്ന് തൂത്തൂട്ടി വന്ന് ധ്യാനവും കൂടി വചനം കേട്ട് പോയിട്ടായില്ല. നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. നാം വിശുദ്ധീകരിക്കപ്പെടുകയും മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ 2015 ഒരു മിഷൻ ആരംഭിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് ഇപ്പോഴും നടത്തുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ മുതൽ എല്ലാ ദിവസവും, ഇപ്പോൾ നമ്മളിവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:45 മണിക്ക് വിശുദ്ധ കുർബാന, 5:45-6 മണിക്കിടയിൽ വിശുദ്ധ കുർബാന ആരംഭിക്കും. 6:45 ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. 6:30 മണിക്ക്. എന്തിനാണ്? സഭയ്ക്ക് വേണ്ടിയും അതുപോലെ സഭ വഴി ലോകം മുഴുവൻ സുവിശേഷീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അടിക്കടി പോയി കുമ്പസാരിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക. എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതോടുകൂടി ചുറ്റുപാടുമുള്ള മനുഷ്യരൊക്കെ തന്നെ രൂപാന്തരപ്പെടും. പ്രിയമുള്ളവര്, തന്നെ രൂപാന്തരപ്പെടും. അതുകൊണ്ട് നമ്മളെല്ലാം രൂപാന്തരീകരണത്തിന്റെ അഭിഷേകമുള്ളവരായി മാറാനായിട്ട് നമുക്കിടയായി തീരാം. അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥന അനുഭവമുള്ള വ്യക്തിയായി രൂപാന്തരപ്പെടുവാനായിട്ട് നമുക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം.
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി. നമുക്കൊന്ന് ചിന്തിക്കാം. ആദിമ നൂറ്റാണ്ടിലെ അഭിഷേകം എന്തായിരുന്നു? ഇതാ തങ്ങൾക്കുണ്ടായിരുന്നവ പങ്കുവച്ചൊരു സമൂഹം. അവരുടെ സ്വത്തുക്കളും വസ്തുവകളും പങ്കുവച്ചു. ഇന്നൊരു സ്ഥലത്തേക്ക് എല്ലാം വന്നു ഒന്നിച്ചു കൂടുകയാണ്. വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് മനുഷ്യരുടെ. എല്ലാവർക്കും വാരിക്കൂട്ടാനുള്ള ആഗ്രഹം. തമ്പുരാനെ പങ്കുവെക്കാനുള്ള അഭിഷേകത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും നീ വളർത്തണമേ. പങ്കുവെക്കാനുള്ള ആഗ്രഹത്തിലേക്ക് വളർത്തണം. ഈ കാലഘട്ടത്തിൽ എത്രയോ കുഞ്ഞുങ്ങളാണ് വിദ്യാഭ്യാസം ചെയ്യാൻ പണമില്ലാതെ വിഷമിക്കുന്നത്. എന്റെ കർത്താവ്, ഈ കാലഘട്ടത്തിൽ എത്രയോ പേരാണ് വീട് വെക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എത്രയോ കുഞ്ഞുങ്ങളാണ് നല്ല വസ്ത്രം ധരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോകും. അവരുടെ മധ്യത്തിൽ അവർക്ക് ഉതപ്പുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മളൊരു നല്ല വസ്ത്രം, വില കൂടിയൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതില്ലാത്തവന് ഏറെ വേദന തോന്നുന്നുണ്ട്. അതാണ് ഉതപ്പ്. കർത്താവേ, നമ്മുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുപാടും. ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ ഓരോരുത്തരും തമ്പുരാന്റെ ദർശനത്തിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടുകൂടിയായിത്തീരണം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് പങ്കുവെക്കാൻ നമ്മൾ തീരുമാനിക്കുക. പ്രിയമുള്ളവർ, എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുത്ത് നമ്മുടെ കടമ നിർവഹിച്ചാൽ പോലെ, ഞാൻ അയക്കപ്പെട്ടതും എനിക്ക് ദൈവം സമ്പത്ത് നൽകിയതും ആർക്കു വേണ്ടിയെന്നും നീ തന്നെ തിരിച്ചത് നിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് നാം ദൈവത്തിനു വേണ്ടി നൽകുന്ന ഒരു സമ്പത്ത് ഏത് രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നവരായി നമ്മൾ മാറും. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതവും അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച സമ്പത്തും ആരോഗ്യവും കഴിവുകളും സൗന്ദര്യവുമെല്ലാം അങ്ങേ നാമമൊക്കത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണം.